ഫസ്റ്റ് എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കാൻ വെച്ചിട്ട് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആളാണ്. പക്ഷെ ഇന്ന് ഇച്ചിരി ലേറ്റായി പോയിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. ധൃതി പിടിച്ചിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ലേറ്റായി പോയി. നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഞാൻ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എണീക്കണ്ട എന്നുള്ളൊരു തോന്നലുള്ള ദിവസമാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ വെച്ചിട്ട് അവിടെ കിടന്നതാണ്. പക്ഷെ അത് ചതിച്ചു. നമ്മൾ ലേറ്റായി പോയി. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ പാലുകാരൻ പണി മുടക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പാലൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് മേടിക്കണം. തൊട്ടടുത്ത് തന്നെ കടയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വീട്ടിൽ കൊടുക്കുന്ന ഒരാളെ ഇടുമ്പോൾ അതാണല്ലോ സൗകര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏൽപ്പിച്ചതാണ്. പക്ഷേ ആൾ ആദ്യമേ തൊട്ടൊരു ഉടായ്പായിരുന്നു കേട്ടോ. ഒരു ദിവസം ഇട്ടാൽ വേറൊരു ദിവസം ഇടാണ്ട് പോകും, ചിലപ്പോൾ ഇടില്ല. എന്നിട്ട് വിളിച്ച് ചോദിച്ചാൽ പറയും അയ്യോ മറന്നുപോയി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരോ റീസൺ പറയും. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിനോട് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണ്ടേ. എന്നാലല്ലേ ഏത് ബിസിനസ് ആണെങ്കിലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് അതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മളൊന്നും പറയാനായിട്ടൊന്നും പോയില്ല. നമ്മൾ ഓക്കെ പറഞ്ഞു. പിന്നെ പാല് വേണ്ടാന്ന് വെച്ചു. നമുക്ക് അടുത്തുള്ള കടയിൽ നിന്ന് രാവിലെ പോയിട്ട് ശരത്തേട്ടൻ ഒരു പാക്കറ്റോ 2 പാക്കറ്റോ വെച്ചിട്ട് മേടിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ മാവ് ധാരാളമായിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചത് സവോളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി, കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, അതൊക്കെ കൂടിയിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുത്തു. പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വേണം അത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ. അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഒക്കെ ഇച്ചിരി 2 പീസ് വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു. നേരെ നമ്മൾ ചോപ്പ് ചെയ്ത ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനൊരു നല്ല മസാലയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. ഞാനിതാ അരപ്പനായിട്ട് ഒരു തക്കാളി നല്ല പഴുത്തതാണ്, പിന്നെ ഒരു 5-10 കശുവണ്ടിയില്ലേ കാഷ്യൂനായിട്ട്, അതും കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും കശ്മീരി ചില്ലി പൗഡറും മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മസാലപ്പൊടി, പിന്നെന്താണ് നമ്മുടെ മല്ലിപ്പൊടി, അങ്ങനെ ഗരം മസാലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ കൂട്ടി സാധാരണ പൊടികൾ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തു. കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക. പൊടികളൊക്കെ വഴന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പേസ്റ്റിൽ കിടന്നിട്ട് ഒന്നും കൂടി ആ പേസ്റ്റും കൂടി ഒന്നൊന്ന് കുക്കായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആ മിക്സിയൊക്കെ കഴുകി ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു തിളയൊക്കെ വരണം, അതായത് കുക്കായിട്ട് കിട്ടണമെന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തുമാത്രം അതിൻ്റെ ഒരു ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം തിളയ്ക്കുക. ആവശ്യാനുസരണം ഉപ്പൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങിയ മുട്ട നല്ലോണം വരഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ വരയിൽ കൂടെ നമ്മുടെ ഈ മസാലയൊക്കെ ഉള്ളിലോട്ട് കയറി ആ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കണ്ടു, ഒരു 5 മിനിറ്റ് മതിയാവും. അത്രയും നേരം കൊണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചാറ് കുറുകി നമുക്ക് എന്തുമാത്രം തിക്നെസ് വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളും. മുട്ട അതേ വരയുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തോളൂ കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിനകത്ത് മസാല കയറിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അമ്മയൊക്കെ അതാ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതേ പണികളിലേക്ക് കടന്നു കേട്ടോ. അമ്മയാണ് ഇവിടെ ഫുൾ പാത്രം കഴുകായിരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ജോലിക്ക് വരുന്ന കുട്ടി വന്നിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പാത്രം കഴുകുന്ന ജോലി അമ്മ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂർക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അമ്മ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി എന്ന് അമ്മ പറഞ്ഞത് കറക്റ്റായിരുന്നു. നന്നായിട്ട് വെന്തും കിട്ടി. പിന്നെ അതാ സാമ്പാർ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതും പരിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ വറുത്തരയ്ക്കുന്ന സാമ്പാറിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇത് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ണമൊന്നും യൂസ് ചെയ്യുന്നില്ല. ക്യാരറ്റ് തനുകുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അത് കുറച്ചധികം എടുത്തു. മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. അതും കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഞാൻ ഇതിൽ ഒത്തിരി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുമ്പളങ്ങ അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നു. അങ്ങനെ സിമ്പിളായിട്ടുള്ള കുറച്ച്
വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള സാമ്പാറാണ്. പിന്നെ മത്തങ്ങ നമ്മൾ പരിപ്പിൻ്റെ കൂടെയാണ് ഇട്ട് വേവിക്കുന്നത് കേട്ടോ. ഞാനതൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കുന്ന സമയം എത്രയും അമ്മ പാത്രം കഴുകൽ തന്നെയായിരുന്നു. നമ്മൾ ഒരു പാത്രം ഒരു സ്പൂൺ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കഴുകി വെക്കും കേട്ടോ, അല്ലാണ്ട് അത് അവിടെ എടുത്ത് വെച്ച് പിന്നത്തേക്ക് വെക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ സാമ്പാർ വെക്കാൻ തുടങ്ങി. വെളിച്ചെണ്ണയിലേക്ക് ഇതാ കായത്തിൻ്റെ ചെറിയ പീസുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പരിപ്പിലും ഒരു കായം അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മത്തങ്ങയും സാമ്പാർ പരിപ്പും കൂടിയിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. ഉപ്പ് അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വെച്ചത്. എന്നാലും ഞാൻ അമ്മ വയ്ക്കുന്ന രീതിയായതുകൊണ്ട് അമ്മയെ കൊണ്ടാണ് കൂടുതലും ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കുക്കർ അടച്ച് ബന്ധസ്ഥാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്തരയ്ക്കാനുള്ള തേങ്ങയും കൂടിയും ആ ഒരു കായം പൊട്ടിച്ചല്ലോ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒരു കൈപ്പിടി 1.5 കൈപ്പിടിയൊക്കെ മതിയായിരിക്കും. ഒരുപാട് വറുത്തരച്ച് ഒരുപാട് തിക്നെസ് ആയിപ്പോവും. അപ്പോൾ വേറെ സാധനങ്ങൾ ഇതിലേക്ക് എന്താ ചേർക്കുന്നത് വെച്ചാൽ മുഴുവൻ മല്ലി ഉണ്ടാവില്ല, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കുരുമുളക് ഒരു 10 മണി, പിന്നെ ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, 1-2 വെളുത്തുള്ളി. പിന്നെ കറിവേപ്പില ഇടയിൽ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കറിവേപ്പില കൂടുതൽ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് വരുന്നു. എന്നിട്ട് നമ്മൾ ഇതാ തേങ്ങയുടെ കളർ ചേഞ്ച് ആവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. കൈ ഇളക്കാണ്ട് ഇങ്ങനെ നമ്മൾ വറുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഒരു ഭാഗം കരിഞ്ഞു ഒരു ഭാഗം കളർ ചേഞ്ച് ആയി അങ്ങനെയൊന്നും ആവാൻ പാടില്ല. എല്ലാം ഒരുപോലെ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അമ്മ എൻ്റെ പോലെയൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് വറുത്തെടുക്കും. എന്നുവെച്ചാൽ അതിൻ്റെ അടുത്തുനിന്ന് മാറാണ്ടായതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് വറുക്കാനും പാടില്ല. ഞാനാണെങ്കിൽ കൂർക്കൊക്കെ ഉള്ളത് കാച്ചാനുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇടിച്ചെടുക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ പിക്കുമോൻ അവിടെ കളിക്കുന്നുണ്ട് സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. വീഡിയോയിൽ കയറാൻ അവന് ഭയങ്കര നാണായതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇങ്ങനെയല്ല, ഒരു അടിയും കൂടി അടിക്കണം, നല്ലോണം വെന്ത് വരണം എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും കുക്കർ അടച്ചു വെച്ചു. ഇതിന് 2 വിസിലും കൂടി ഞാൻ അടിച്ചു തരുന്നു. അപ്പം നന്നായിട്ട് മാഷ് ആയിക്കോട്ടെ എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ആ വറുത്ത തേങ്ങേൻ്റെ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് മറന്നുപോയി. കണ്ടോ, ഈ ഒരു കളറിലാണ് അമ്മ വറുത്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതിനെ അരച്ചെടുക്കണം. പണ്ടൊന്നും അതായത് ഞാൻ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ എനിക്ക് അറിയേയില്ലായിരുന്നു പൊടി ഉപയോഗിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കല്യാണത്തിന് ശേഷം ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് മമ്മി ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ ദൈവമേ വറുത്തരയ്ക്കാതെയും സാമ്പാർ ഉണ്ടാക്കാമോ, അല്ലെങ്കിൽ പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കാമല്ലേ എന്നറിയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ നമുക്കറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ പൗഡർ കണ്ടപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയത് കേട്ടോ. നമുക്കപ്പോൾ പുളി ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചത്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മുടെ അരപ്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു തിളയും കൂടി വന്നാൽ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ വറുത്തിടുന്ന ടൈമാണ്. വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും ഒരു 10 മണി ഉലുവയും ചേർത്തിട്ട് ഒന്ന് വറുത്തതിന് ശേഷം സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി മേലെ വിതറിയിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ അത് ഓപ്പൺ ചെയ്ത് സാമ്പാർ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോഴായിരിക്കും ഏറ്റവും സ്മെല്ല് അതിലേക്ക് ഇറങ്ങുന്നതും നല്ല ഒരു ഫ്ലേവർ സാമ്പാറിന് വരുന്നതും. അതിൻ്റെ പിന്നാലെ തന്നെ ഇതാ കൂർക്ക കാച്ചാനായിട്ട് ആരംഭിച്ചു. വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇടിച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലിട്ട് അതിനുശേഷം ഇടിച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് ഇട്ടു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ ഇത് 2 യൂസ് ചെയ്യും. പിന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം ഇട്ടിട്ടാണ് കൂർക്ക വേവിച്ചത്. അത് കാരണം കൊണ്ട് പിന്നെ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെ കൂർക്ക ഇതിലേക്ക് തട്ടിക്കൊടുത്തു. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നുകൊണ്ട് അമ്മ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു. അല്ലാണ്ട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയും പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചത് കേട്ടോ. ആ ട്രിക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. കൂർക്കപ്പേരി റെഡിയാക്കി. കൂർക്ക കാച്ചി വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയി അടിച്ചു വാരി. ഇതേ ഹോളിലെത്തിയപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാനത് എടുത്തില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ വന്ന് ഫോണൊക്കെ ഓണാക്കി വെച്ചു.
പിന്നെ ഹോളിൽ നിന്ന് അടിക്കുന്നത് തൊട്ടുള്ളത് ഞാൻ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ തനുക്കുട്ടി അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ജോലിക്ക് വരുന്ന കൊച്ചി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫീവറായിട്ട് വരുന്നില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ഒരുവിധം ഇവിടെ എല്ലാ വീടുകളിലും ഫീവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവൾ ലീവായ കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ട് തുടയ്ക്കാൻ, അല്ലെങ്കിലും വൺസ് ഇൻ എ വീക്ക് ഞാൻ അതായത് ആ കൊച്ച് സൺഡേ വരാത്ത ദിവസങ്ങളിൽ ഞാനിവിടെ നമ്മുടെ വക ഒരു തുടയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മണ്ണെണ്ണയൊക്കെ തുള്ളി ഒഴിച്ച് വെള്ളത്തിലൊഴിച്ച് അങ്ങനെ ഞാനൊന്ന് തുടയ്ക്കും, ഉറുമ്പൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെയാണ് തുടയ്ക്കുന്നത് കേട്ടോ. ഒരു തുള്ളി മണ്ണെണ്ണ നമ്മുടെ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് കാരണം കൊണ്ട് ഈ വക ജീവികൾ വരില്ല കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണ മണക്കൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ വീട്ടിൽ ചെയ്യുന്നത് കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ എന്നും ചെയ്യില്ല, വൺസ് ഇൻ എ വീക്ക് മാത്രം അത് ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ തുടയ്ക്കുന്നുണ്ട്. ചെയ്ത് ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് കുറച്ച് മെനക്കെടി ആയിരുന്നു. ഞാൻ ഇപ്പം ഒത്തിരി നാളായിട്ട് നമുക്കിങ്ങനെ ജോലിക്ക് ആളുള്ളതിനോട് അങ്ങനെ അങ്ങോട്ട് തുടയ്ക്കേണ്ടിയൊന്നും വരാറില്ല. അപ്പോൾ അത് സ്പൈഡർമാൻ കണ്ടോ, നമ്മൾ തുടയ്ക്കുന്ന നേരത്തായിരിക്കും ഇവരെല്ലാവരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസങ്ങളിൽ ആണെങ്കിൽ കുറച്ചും കൂടി സ്വൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചവിട്ടി കൂട്ടി നടക്കും. നമ്മൾ തുടച്ചതിനൊന്നും ഒരു യൂസും ഇല്ല. ഞാൻ ഇവിടെ നിന്ന് പിക്കോനെ ഓടി വന്നിട്ട് അടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവൻ തിരിച്ചോടി രക്ഷപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നതാ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അല്ലെങ്കിൽ സമാധാനത്തിന് കുറവൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു ബാക്കി പണികളൊക്കെ ചെയ്തത്. പിന്നെ ഊണ് കഴിക്കും മുന്നേ എനിക്ക് കുളിക്കണം, അത് ഒരു ശീലമാണ്. അതുകൊണ്ടാണ് കുളിച്ച് വൃത്തിയായതിന് ശേഷം ഊണ് കഴിക്കാൻ പോവാണ്. വറുത്തരച്ച സാമ്പാറും കൂർക്കുപ്പേരും മാത്രമല്ല കേട്ടോ, മീൻ വറുത്തതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, കണ്ടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ ബേഷായിട്ടുള്ള ഒരു ഊണായിരുന്നു. പിന്നെ കുട്ടികൾക്ക് അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ നോക്കേണ്ട കാര്യമില്ല. 3 നേരം അവർക്ക് ഫുഡ് കൊടുക്കുന്ന അമ്മയാണ്. അപ്പോൾ അമ്മ അവിടെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആ കൂർക്കുപ്പേരി കണ്ടിട്ട് കൊതി സഹിക്കുക വയ്യാണ്ട് ഞാൻ ചോറെടുത്ത് ഉണ്ടതാണ് കേട്ടോ. അമ്മ വന്നിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും എനിക്കത് കണ്ടിട്ട് കൊതി സഹിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിച്ചതാണ് കേട്ടോ. ഉച്ചക്കലത്തെ മൃഷ്ടാന ഭോജനം കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് എഡിറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ നാളത്തേക്ക് നമുക്ക് ഇറച്ചി വെക്കണമായിരുന്നു, ബീഫാണ്. അപ്പോൾ നല്ല ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി അതുണ്ടാക്കി വെച്ചാൽ നല്ലോണം എരിവൊക്കെ പിടിച്ച് നാളത്തേക്ക് സൂപ്പറാവേ. പിന്നെ എല്ലാ സാധനങ്ങളും അമ്മ അങ്ങനെ അടുപ്പിച്ച് തരും കേട്ടോ. അത് കാരണം കുക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അത് എനിക്ക് മാത്രമല്ല, വീട്ടിലെ ചേച്ചിക്കും എല്ലാം സാധനങ്ങളും അടുപ്പിച്ച് കൊടുക്കണം. കാരണം കുക്കിംഗ് നല്ല ഈസിയാണ്. കണ്ടോ, ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും, ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഞാനതൊക്കെ ആവശ്യാനുസരണം എടുക്കുകയാണ്. ഇറച്ചി ഞാനിന്ന് കുറച്ച് എളുപ്പത്തിലാണ് വയ്ക്കുന്നത്. അപ്പോൾ 3 കിലോ ഇറച്ചി ബീഫാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്തു, പച്ചമുളക് ഒരു 5-10 എണ്ണം അത് ചതച്ചത് ഇട്ടിട്ടുണ്ട്. എല്ലാം ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില കിട്ടാനുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചേർത്തോളൂ. അതിൻ്റെ ഒരു രുചിയും ആ ഒരു ഫ്ലേവറും വേറെ ലെവലാണ്. പിന്നെ ഇനി പൊടികൾ ചേർക്കാം. കശ്മീരി ചില്ലി പൗഡർ ഇച്ചിരി അധികം ചേർക്കണേ, ഇച്ചിരി കളർ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. മല്ലിപ്പൊടി ഒരു 5-6 വലിയ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം ഇത് 3 കിലോ ഇറച്ചിയാണ്, അതിനനുസരിച്ച് പൊടി ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തു. പിന്നെ മുളക് പൊടി കുറവേ ചേർത്തിട്ടുള്ളൂ, കാരണം പച്ചമുളകിൻ്റെ എരിവാണ്. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഗരം മസാല പൗഡർ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഇത്തിരി ജാസ്തി ഇട്ടോ കേട്ടോ. പിന്നെ ഇത് ഉലുവ പൗഡറാണ് ഒരു 1/2 ടീസ്പൂണോളം. പിന്നെ ഇറച്ചിയുടെ മസാല കിട്ടും, അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂണാണ് ചേർത്തത്. ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മുറി തേങ്ങയുടെ കൊത്ത് എടുത്തിട്ടുണ്ട്. 3 കിലോ ആയതുകൊണ്ടാണ് 1/2 മുറി എടുത്തത്, അല്ലെങ്കിൽ ഇതിലും കുറവ് മതി കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. ഈ
മിക്സ് ചെയ്യണ നേരെ അത്രയും ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്തോ ഇതിൽ ചേർക്കാനുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഒരു അരമുറി സവോള നമുക്കിതിൽ അരിഞ്ഞ് ചേർക്കണം. അതുപോലെ ഒരു അരമുറി ചെറുനാരങ്ങേൻ്റെ നീരും കൂടിയും ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇനി അടി പിടിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു. വെള്ളം ഇറങ്ങും കേട്ടോ, എന്തായാലും ഇറങ്ങും. എന്നാലും ഞാനൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചു. സാധാരണ 8 തൊട്ട് 10 വിസിലൊക്കെ വേണ്ടി വരാറുണ്ട്. ഈ ഇറച്ചി നല്ല പാകം കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് 6 വിസിലിൽ വെന്ത് കിട്ടിയിട്ടോ. അത്രേ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളൂ. സാധാരണ ഞാൻ ഈ കയ്യിലിട്ട് ഇളക്കാറില്ല. ഇത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ബാക്കി ഭാഗമായിട്ട് നാളെ കാണാം കേട്ടോ. ബായ്.